നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. ദൃശ്യങ്ങൾ 2 വർഷത്തിന് ശേഷം പുറത്ത്. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 2 വർഷത്തിന് ശേഷം പുറത്തുവന്നു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുബിൻ കാനാണിക്ക് നേരെയാണ് പോലീസ് ക്രൂരമായ മർദ്ദനം നടത്തിയത്. 2023 നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് സംഭവം. ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി വിശദീകരണം തേടി. കൊച്ചിയിൽ നടത്താൻ നിശ്ചയിച്ച ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. പരിപാടി സമാധാനപരമായി നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അയ്യപ്പ സേവാ സമാജം നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ നീക്കം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന് ആരോപിച്ചുള്ള ഹർജി ഓണം അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു. ഈ ഹർജിയും പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. പരിപാടിക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ നിലപാട് കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കാനാണ് നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമം കൂടുതൽ വിവാദത്തിലേക്ക്. അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ ആലോചന. ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും തീരുമാനം കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുന്നു. UDFും BJPയും വിവിധ വിശ്വാസ സംഘടനകളും CPM നേതൃത്വത്തിലുള്ള സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ആത്മാർത്ഥത ഇല്ലാത്തതും വിശ്വാസികളെ വഞ്ചിക്കാനുള്ളതാണെന്നും ആരോപിച്ച് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമത്തിനു ബദലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മോദിയുടെ മാതാവിനെതിരെ മോശം മുദ്രാവാക്യം. ബീഹാറിൽ നാളെ NDA ബന്ദ്. ബീഹാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കെതിരായ മോശം പരാമർശത്തെ തുടർന്ന് നാളെ ബീഹാറിൽ ബന്ദിന് NDA ആഹ്വാനം ചെയ്തു. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ബന്ദ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി ദർഭംഗയിലെ പൊതുയോഗത്തിലാണ് നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെ മോശം മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. അതേസമയം വോട്ടർ അധികാർ യാത്രയിൽ മോദിയുടെ അമ്മയെ അവഹേളിക്കുന്ന മുദ്രാവാക്യം മുഴക്കാൻ BJP ആണ് ആളുകളെ രംഗത്തിറക്കിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.